ഹായ് ഗൈസ്, ഇന്ന് ഡേ 2 അറ്റ് ഗുരുവായൂരാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ തൊഴുത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ആക്ച്വലി ക്ലോക്ക് റൂമിൽ വെച്ചാൽ മതിയായിരുന്നപ്പോൾ, പക്ഷെ നമ്മൾ മൂവി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇതാ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ കുളിച്ച് നിർമ്മാല്യം തൊഴുകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഏർലി മോർണിംഗ് 2:15 സമയം. നമ്മൾ 1 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് അമ്മ വരും. ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. അമ്മ വേഷ്ടി മുണ്ടാണ് അമ്മ. അച്ഛൻ ആസ് യൂഷ്വൽ ഇന്നത്തെ പോലെ മുണ്ടും. പാപ്പ അവിടെ ബിസിയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ തൊഴുകാൻ വേണ്ടി പോവാണ്. ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഹോട്ടലിലാണ്, ഇപ്പോൾ ഇറങ്ങും. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ 3 പേരും പെട്ടെന്ന് റെഡി ആയിട്ടോ. ഒരു കല്യാണ ചെക്കിന് വരെ ഇത്ര ഒരുക്കമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് ഗൈസ്. അത്രയും ഒരുക്കമാണ് പാപ്പുവിന്. ആശാൻ ഒരുവിധം ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പം ഈ ഏരിയയിൽ അത്ര തിരക്കില്ല. പക്ഷെ നമ്മൾ പോയിട്ട് ക്യൂ നിന്നിട്ട് വേണം നമ്മൾ നിർമ്മാല്യം തൊഴുകാൻ. ക്യൂ ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ ആക്ച്വലി പെട്ടെന്ന് നമുക്ക് ക്യൂ നീങ്ങിപ്പോയിട്ട് ഒരുപാട് ഡിലേ എടുത്തില്ല. ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് ദർശനം കിട്ടി. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്നും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോണ് ക്ലോക്ക് റൂമിൽ കൊടുക്കും. പിന്നെ നമ്മൾ തൊഴുത് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ഉള്ളിൽ ക്യാമറ അലൗഡല്ല. അപ്പം കാണാം. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിലൂടെ പീലീലയുടെ സുപ്രഭാതം കേട്ട് നടക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അവര് വേഗം പോയി, ഞാൻ മെല്ലെ ആസ്വദിച്ച് നടന്നു പോവായിരുന്നു. നമ്മൾ അങ്ങനെ നടന്ന് ക്ലോക്ക് റൂം എത്തി. ഇവിടെ നമ്മുടെ ഫോണും സ്മാർട്ട് വാച്ചും എല്ലാം ഏൽപ്പിച്ചു. കാരണം ഇതൊന്നും ഉള്ളിൽ അലൗഡല്ല. അപ്പം നമ്മൾ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ട് ഇപ്പം തൊഴാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ദർശനം കഴിഞ്ഞ് വന്നിട്ട് കാണാം. സൂപ്പറായിട്ട് തൊഴുകാൻ പറ്റിയിട്ടോ. തൊഴുത് പുറത്തിറങ്ങി നോക്കിയപ്പോൾ എന്താ നല്ല ഇടിവെട്ട് മഴ. പിന്നെ നമ്മൾ കുറേ നേരം മഴയൊക്കെ നോക്കി വൈബൊക്കെ അടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ടൈം നോക്കിയപ്പോൾ ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയല്ലോ. നമ്മളൊന്നും കഴിക്കാത്ത കാരണം വിശക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആര്യഭവനോ ആനന്ദഭവനോ എനിക്ക് ഓർമ്മയില്ല പേര്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഞാനും അമ്മയും പൂരിയാണ് ഓർഡർ ചെയ്തത്. അച്ചിയും പാപ്പും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. 2 തക്കുടുമുണ്ടൻ പൂരികളാട്ടോ വന്നത്. ഇത് കണ്ടപ്പോൾ പൂരി എണ്ണ കുടിച്ചതാണോ അതോ എണ്ണ പൂരിയെ തിന്നതാണോ എന്നൊരു ഡൗട്ട് വന്നില്ല എന്നില്ല. എണ്ണ തുടച്ച് സ്റ്റാമിന മൊത്തം പോയിട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പം അവര് പറയണ പൂരിയല്ലേ ചേട്ടാ, ഒരു അല്പം എണ്ണയൊക്കെ വേണ്ടേന്നാണ്. ഇങ്ങനത്തെ ഒരു പൂരി ഇതാദ്യമായിട്ടാണ്. ഒരു കാര്യം ചെയ്യും, ഈ പൂരി ചേട്ടൻ തന്നെ തിന്നോ, ഇതിന് പകരം ഞങ്ങൾക്ക് ദോശ തരാൻ പറഞ്ഞു. അങ്ങനെ ദോശ തന്നു. ഇവർക്ക് മൊത്തമായിട്ടൊരു എണ്ണക്കളി കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് മമ്മിയൂരത്തെ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പൊ കാണാം. ചാ ചാ.